ഹലോ കിഡീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു വിചാരിക്കുന്നു. രാവിലെ ചെടി നനയ്ക്കാൻ വേണ്ടി മേലെ കയറിയപ്പോഴാണ് ഒരാൾ വിഷമിച്ച് ഓലയമേ കുത്തിയിരിക്കുന്നത് കണ്ടത് കേട്ടോ. ഞാൻ ഈ ചെടിയൊക്കെ നനച്ച് ഒരുവിധമായിട്ടും മൂപ്പർ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. ഒരു വേഴാമ്പലായിരുന്നു കേട്ടോ. ഫോണിൽ സൂം ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്, അത് കാരണം കൊണ്ട് ഇത്രയും എനിക്ക് പറ്റുകയുള്ളൂ. ഇതിന് എണ്ണം കൂടിയില്ലാത്തതുകൊണ്ടാണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആൾ ഭയങ്കര വിഷമത്തിലായിരുന്നു. ഞാൻ അവിടുന്ന് പോരുന്ന വരയ്ക്കും ഇങ്ങനെ ശോകമൂക്കനായിട്ട് കുത്തിയിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, പാവം. അപ്പോളേ ഞാൻ താഴത്തേക്ക് വന്നു. ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇപ്പം ഏകദേശം 10 മണി ആയിട്ടില്ല. ഞാൻ 10-10:30 കൂടിയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുള്ളത് കേട്ടോ. കോൾഡ് ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് ഭയങ്കരമായിട്ട് തലവേദനിക്കുന്നുണ്ട്. എൻ്റെ സൗണ്ടൊക്കെ ചേഞ്ച് ചെയ്ത് കണ്ടോ, അങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു ഡിസ്റ്റർബൻസ് തോന്നും, സോറി. അപ്പം ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പോവാണ്. എനിക്ക് കഴിക്കാനുള്ളത് കേട്ടോ. ദോശയാണ് ഉണ്ടാക്കുന്നത്. ദോശ ഉണ്ടാക്കുക ഒരു കാരണം, എന്നും ദോശയൊന്നും വിചാരിക്കരുത്. ദോശയുടെ മാവ് എപ്പോഴും നമ്മുടെ അടുത്ത് ഉണ്ടാവും കേട്ടോ. രാത്രിയൊക്കെ ചിലപ്പോൾ ഞങ്ങൾ ദോശ ഉണ്ടാക്കി കഴിക്കും. ചിലപ്പം രാവിലെ ഊത്തപ്പം എന്തെങ്കിലുമൊക്കെ. സ്കൂൾ ഡേയ്സുകളിൽ അങ്ങനെയാണ്, നമുക്ക് അങ്ങനെയാണ് കേട്ടോ. എളുപ്പം അതാണ്, ദോശ, ഇഡ്ഡലി അങ്ങനത്തെ സാധനങ്ങൾ. പുട്ട്, ഇടിയപ്പമൊക്കെ ഞാൻ ഉണ്ടാക്കും. പുട്ട്, പൂരി, അങ്ങനെ മെനക്കെട്ട പണികളൊക്കെ, അല്ലെങ്കിൽ ചപ്പാത്തി, ഇങ്ങനത്തെ സാധനം ഇടയ്ക്കും തലയ്ക്കൊക്കെ സ്കൂളിലേക്ക് അങ്ങനെയൊക്കെ കൊടുത്തേക്കും. എല്ലാ ദിവസവും ചോറ് കൊണ്ടുപോകുമ്പോൾ അവർക്കൊരു മടുപ്പ് വരില്ലേ. അത് കാരണം കൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കും തലയ്ക്കും മാത്രം ചപ്പാത്തിയോ, അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ വളരെ വിരളമായി മാത്രം ചിലപ്പം പാസ്തയോ എന്തെങ്കിലുമൊക്കെ കൊടുത്തയക്കും. അല്ലെങ്കിൽ ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള ഏതെങ്കിലും റൈസുകൾ, ബിരിയാണി, ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൊടുത്തയക്കാറുണ്ട് കേട്ടോ. അല്ലാത്ത ദിവസമൊക്കെ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും നമ്മൾ ചോറ് തന്നെയാണ്, ചോറും കറികളൊക്കെയാണ് കൊടുത്തയക്കുക. ഇന്ന് ഞാൻ എണീറ്റെങ്കിലും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സുഖമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് പൊതുവെ ഇന്ന് വയ്യ, എന്തോ ഒരു ഇതുണ്ട്. അപ്പം വരാനാണോ ഉള്ളത് കൂടാനാണോ എന്നുള്ളത് അറിഞ്ഞൂടാ. എന്തെങ്കിലും ആയിക്കോട്ടെ, അത് ഞാൻ അതിനെ പറ്റിയിട്ട് ആലോചിക്കുന്നില്ല. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം എനിക്ക് എൻ്റെ ദോശൻ്റെ തവ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്കറിയാലോ, കുറച്ച് നാൾ മുന്നേ നമ്മൾ മറ്റേ കാസ്റ്റ് അയേണിൻ്റെ ദോശത്തവ ഞാൻ എൻ്റെ അബദ്ധത്തിന് വാങ്ങിച്ചതാണ്. അത് ഞാൻ 10 ദിവസത്തിനുള്ളിൽ അവർ റീപ്ലേസ് ചെയ്ത് തരും, അല്ലെങ്കിൽ അതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് നോക്കിയിട്ട് റിപ്പയർ ചെയ്ത് തരുമെന്ന് പറഞ്ഞിട്ട് ഞാനത് ആ ഷോപ്പിൽ കൊണ്ടുകൊടുത്തിട്ട് മാസങ്ങൾ എടുത്തിട്ടും അവരതിനൊരു തീരുമാനം എടുത്തിട്ടില്ല. കണ്ടിന്യൂസ് ആയിട്ട് പ്രസ്റ്റീജിൻ്റെ അവരുടെ കമ്പനിയിലെ വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മൾ അവരുടെ കസ്റ്റമർ കെയറിൽ വിളിച്ചു, അവിടെ കംപ്ലൈൻറ്റ് കൊടുത്തു. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും വലിയ പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഉണ്ടായില്ല. അവർ ആ തവ അവരുടെ കമ്പനിയിൽ കൊണ്ടുപോയിട്ട് നോക്കിയപ്പോഴും ഞാൻ പറഞ്ഞ സെയിം പ്രശ്നമായിരുന്നു, അതിൽ ഒട്ടിപ്പിടിക്കൽ തന്നെയാണ്. അതുകൊണ്ട് അവരത് ശരിയാണ്, വേറെ അതിന് പകരം വേറെ കാസ്റ്റ് അയേണിൻ്റെ തവ എനിക്ക് തരാമെന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പിന്നെയും പച്ചവെള്ളം കണ്ടിട്ടുണ്ടെങ്കിൽ പേടിക്കുമെന്ന് പറയുന്ന പോലെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ അത് മാത്രമല്ല, അതുപോലെ നല്ല ഒരു തവ നമുക്ക് രണ്ടാമത് കൊണ്ടുവന്നിട്ട് അതുപോലെ ഒരു നല്ല തവ അല്ല, നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ ഒരു നല്ല തവ അല്ല അതെങ്കിൽ നമുക്ക് വീണ്ടും പണി കിട്ടില്ലേ. പിന്നെ നമുക്ക് അവരുടെ അടുത്തേക്ക് പോകാനായിട്ട് പറ്റില്ലല്ലോ. ഫൈനലി നമ്മൾ ആ ഷോപ്പിലത്തെ ആളെടുത്ത് പറഞ്ഞിട്ട് കാസ്റ്റ് അയേണിൻ്റെ തവ വേണ്ട, എനിക്ക് ഇതുപോലത്തെ നോൺ സ്റ്റിക്കിൻ്റെ തവ മതി എന്ന് പറഞ്ഞു. അതിനും കുറേ ഡിലേ വന്നു. ഒരു കസ്റ്റമറെ എത്ര ബുദ്ധിമുട്ടിക്കാമോ അത്രയും അവർ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ശരത്തനം പലതവണ ആ കടയിൽ കയറി ഇറങ്ങി ഈ തവയും ചോദിച്ചിട്ട് അവരതിൽ സ്റ്റോക്ക് ഇല്ല, അതില്ല, ഇതിന് പകരം വേറെ കമ്പനി, അങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞത്. നമുക്ക് വേണ്ടായിരുന്നു, നമ്മൾ ഓൾറെഡി നിങ്ങൾക്കറിയാലോ ഞാൻ പ്രസ്റ്റീജിൻ്റെ തവ തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതാണ് എൻ്റെ പഴയ തവ. അപ്പം ഇതിനെ കണ്ടോ, ചെറുതായിട്ട് ഇവിടെ ഈ ഭാഗത്തൊക്കെ കോട്ടിങ് പോയ കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ തവ മാറ്റിയിട്ട് പുതിയ തവ വാങ്ങാനായിട്ട് എൻ്റെ കഷ്ടകാലത്തിന് പോയത്. ഇവിടെ ഒരു മാത്രമേ പ്രശ്നമുള്ളൂ, കാരണം ആ ഭാഗത്ത് ഇച്ചിരി ഇങ്ങനെ പിടിക്കുന്ന ഒരു ടെൻഡൻസി വരുന്നുണ്ട്, അത് കാരണം. പിന്നെ ഇത് മാത്രമല്ല, ഇതൊരു 6 വർഷം പോരാ, അതിന് മേലെ ഏജും ആയിട്ടുണ്ട് ഈ ഒരു തവയ്ക്ക്. 7 വർഷത്തോളമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന തവയാണ്. അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഇതൊന്ന് മാറ്റാം എന്ന് ഉദ്ദേശിച്ചത്. എനിക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഒരുപാട് കോട്ടിങ് കാര്യങ്ങളും ഇത്രയും വർഷം നമ്മൾ ഒന്നില്ലെങ്കിൽ ഉപയോഗിച്ചില്ലേ, അതെങ്കിലും നമ്മൾ ആലോചിക്കണം. അപ്പം ഇത് ഈട് നിൽക്കുന്ന തവ ആയതുകൊണ്ടാണ് എനിക്ക് ഇത് തന്നെ മതി എന്നും പറഞ്ഞിട്ട് ഞാൻ ആ ഷോപ്പിലേക്ക് കയറി ചെന്നത്. അപ്പോഴാണ് അവരുടെ നിർബന്ധപ്രകാരം നമ്മൾ കാസ്റ്റ് അയേണിൻ്റെ തവ, ഇപ്പം എല്ലാവരും ഇത് മാത്രമല്ല, ഈ ഒരു പിടുത്തല്ലേ, ഇതിനും ചെറിയ ഇളക്കം വന്നു. ശരിയാക്കാവുന്നതേ ഉള്ളൂ, പക്ഷെ എന്നാലും കോട്ടിങ് പോയ സ്ഥിതിക്ക് നമ്മൾ ഇത്ര വർഷമായ സ്ഥിതിക്ക് മാറ്റാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ മാറ്റം വരുന്നത്. അന്നേരമാണ് കഷ്ടകാലത്തിന് ഈ കാസ്റ്റ് അയേണിൻ്റെ തവ ഞാൻ വാങ്ങിച്ചത്. എനിക്ക് ഇതിൽ പരം ഒരു ചതി ഇനി പറ്റാണില്ല. ഞാൻ വളരെ ആഗ്രഹിച്ച് എന്താ പറയുക,
വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് നല്ലതായിരിക്കും എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ എനിക്ക് നല്ല പണി കിട്ടി, ഒരു ഉറപ്പില്ല കേട്ടോ. നമുക്ക് നമ്മുടെ ലക്കിനെങ്ങാനും നേരെ കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പണി കിട്ടും കേട്ടോ. അപ്പൊ അവസാനം ഇതേ സെയിം സാധനം തന്നെയാണ്, പക്ഷെ ഇതിന്റെ പിടുത്തത്തിനൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. പിടുത്തത്തിനൊക്കെ ഒരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. ഇവിടെ എന്താ പറയാ, സിൽവർ ആയിരുന്നെങ്കിൽ ഇവിടെ ബ്ലാക്ക് ആണ്, മാറ്റ് ഫിനിഷ് ലുക്കാണ് ഇതിന് വന്നിരിക്കുന്നത് കേട്ടോ. അങ്ങനെ എനിക്ക് ഫൈനലി ഈ ഒരു തവ കിട്ടി. ഇതിനാണ് ആക്ച്വലി മറ്റേ തവേനെ കഴിഞ്ഞും റേറ്റ് കൂടുതൽ. ഇതിന് ഏകദേശം എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1800 1900 അങ്ങനെ എന്താണ്ട് റേറ്റ് വരുന്നത്. അത്യാവശ്യം റേറ്റ് ഉള്ള സാധനമാണ് ഇത്, അത്യാവശ്യം റേറ്റ് ഉള്ള സാധനമാണ് കേട്ടോ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. പിന്നെ ഇപ്പം ഞാനല്ലല്ലോ പോയി മേടിച്ചു, ഞാൻ പിന്നെ അതിൻ്റെ വിലയൊന്നും ചോദിക്കാൻ പോയിട്ടില്ലായിരുന്നു. അപ്പം അത് കാരണം കൊണ്ട് കൃത്യമായിട്ടുള്ള റേറ്റ് എനിക്ക് അറിഞ്ഞിട്ട്, പക്ഷെ ഇതിന് നല്ല വിലയുള്ള സാധനമാണ് കേട്ടോ. അപ്പം ഇനി ഇതെങ്കിലും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരു 3-4 കൊല്ലെങ്കിലും ഇത് ഉപയോഗിക്കാൻ പറ്റിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇതുപോലെ ഇതിപ്പോൾ 6 വർഷത്തിന് മേലെ 6-7 കൊല്ലം ഉപയോഗിച്ചില്ല, അതുപോലെ ഒരു 4 വർഷമെങ്കിലും നിന്നാൽ മതി എന്നാണ് എൻ്റെ ഒരു എന്താ പറയുക മനസ്സിലെ ആഗ്രഹം കേട്ടോ. പിന്നെ ഞാൻ ഇതിൽ ദോശയൊക്കെ ഉണ്ടാക്കി നോക്കി. എനിക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് കൊണ്ട് ആദ്യം കിട്ടിയപ്പോഴേ ഞാൻ കൊണ്ടുവന്ന് കഴുകി ദോശയൊക്കെ ഉണ്ടാക്കി നോക്കി. പിടിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, നല്ല സ്മൂത്ത് ആയിട്ട് പോരുന്നുണ്ട്. അപ്പോൾ ഇത് പ്രസ്റ്റീജിന്റെ തവയാണ് കേട്ടോ, ദോശ തവ. നല്ല അടിപൊളി സാധനമാണ്. പക്ഷെ പ്രസ്റ്റീജിന്റെ തന്നെ കാസ്റ്റേൻ്റെ തവ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. എനിക്ക് ഭയങ്കര മോശം ആയിരുന്നു, അതിനെ പറ്റിയിട്ടുള്ള ഓർമ്മകൾ പോലും എനിക്ക് വളരെ മോശമാണ് കേട്ടോ. അപ്പോൾ അത് കാരണമാണ് ഞാൻ എന്താ പുതിയ തവ മേടിച്ചിട്ടുണ്ട്. സന്തോഷം. എത്ര കാലം ഇരുന്നിട്ടാണെന്നറിയോ എനിക്കിത് കിട്ടിയത്. അത് കാരണമാണ് പൊന്നുപോലെ കൊണ്ട് നടക്കുന്നുണ്ട്. നമ്മൾ ദോശ ഉണ്ടാക്കി കഴിയുമ്പോൾ നന്നായി തുടച്ചെടുത്താലും മതി കേട്ടോ. എപ്പോഴും കഴുകണമെന്നൊന്നുമില്ല. പിന്നെ ഒരുപാട് നെയ്യൊന്നും അല്ലെങ്കിൽ എണ്ണ, ഞാൻ നെയ്യാണ് ഉപയോഗിക്കുക. ഒരുപാട് അങ്ങ് വാരിക്കോരി ഒഴിക്കൂലല്ലോ. ഏറ്റവും നല്ലത് വളരെ കുറവ് ഉപയോഗിച്ചിട്ട് നന്നായി തുടച്ചെടുത്ത് സൂക്ഷിച്ച് വെക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉറുമ്പും ഇതൊന്നും വരില്ല എന്ന് ഉറപ്പണെങ്കിൽ, അല്ലെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും സ്ക്രബ് ചെയ്യണ സാധനം, ഹാർഷ് ആവാണ്ടിരിക്കുക ഏതെങ്കിലും സ്പഞ്ച് എന്തെങ്കിലും യൂസ് ചെയ്ത് കഴുകി എടുത്ത് കുട്ടപ്പനാക്കിയിട്ട് എടുത്ത് വെക്കണം. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ഞാൻ ഇതിന് ഉപയോഗിക്കുകയുള്ളൂ കേട്ടോ. അപ്പം ഞാൻ നിങ്ങളെ കാണിച്ച് തന്നാണ്, ആർക്കെങ്കിലും വേണമെങ്കിൽ വാങ്ങിച്ചോ. ഇതിന് എനിക്ക് ഉറപ്പുണ്ട് കാസ്റ്റ് അയണിൻ്റെ തവ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. ഇത് ഞാൻ ഉപയോഗിച്ച് എനിക്ക് എത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള കാരണം കൊണ്ട് ഞാൻ പറഞ്ഞു തന്നതാണ് കേട്ടോ. നമ്മുടെ പ്രസ്റ്റീജിൻ്റെ ദോശ തവ. ഓക്കെ, ഇത് തന്നെ ഇങ്ങനെ തന്നെ നോക്കി വാങ്ങിച്ചിട്ട് പലതരം തവ കിട്ടും. ഇതിന് ഇച്ചിരി റേറ്റ് കൂടിയ കാരണം കൊണ്ട് ഇങ്ങനത്തെ തന്നെ പിടുത്തവും ഇതൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ് കേട്ടോ. അപ്പം നോക്കിയിട്ട് തന്നെ മേടിച്ചോളാം. നല്ല വെയിറ്റും ഉണ്ട്, കട്ടിയുണ്ട് കേട്ടോ ഈ തവയ്ക്ക്, നല്ല വെയിറ്റുള്ള സാധനം. ഓക്കെ, ഞാൻ കുറച്ച് പരിപ്പ് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ദോശ ഉണ്ടാക്കി കാണിക്കാം നിങ്ങളെ. മാവ് പിന്നെ ഇവിടെ എപ്പോഴും സ്റ്റോക്ക് കാണും കേട്ടോ. പിന്നെ നമ്മുടെ നെയ്യ് കണ്ടോ, എനിക്ക് ആ ഒരു കുപ്പിയും കിട്ടി. പിന്നെ ഇതുപോലെ ഈ കുപ്പിയിൽ ഒരു 3/4 ഭാഗവും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം ഇത്തിരി കുറവായിരുന്നു, എന്നാലും കുഴപ്പമില്ല, വീട്ടിലുണ്ടാക്കുന്നല്ലേ. കണ്ടോ ഈ കുപ്പി കണ്ട, ഇതും നിറച്ച് കിട്ടി, അതിലൊരു 3/4 ഭാഗം കിട്ടി. ഇത്രയാണ് എനിക്ക് ഈ പ്രാവശ്യം നെയ്യ് കിട്ടിയത് കേട്ടോ. അപ്പൊ ഞാൻ ദോശ ഉണ്ടാക്കട്ടെ. ദോശയിലേക്ക് ഇങ്ങനെ നെയ്യ് പരട്ടിയിട്ട് കുറച്ച് കഴിയുമ്പോൾ ഒരു നല്ല മണം വരും അല്ലേ, അത് അടിപൊളിയാണ്. അപ്പോൾ കണ്ടോ, പെട്ടെന്നാണ് ഇത് മൊരിഞ്ഞ് കിട്ടുന്നത്. എനിക്കിങ്ങനെ പേപ്പർ ദോശ പോലെ വളരെ കനം കുറഞ്ഞ ദോശയാണ് ഇഷ്ടം. പലതരം ദോശ നമുക്ക് ഉണ്ടാക്കാം. പൊടി ദോശ ഉണ്ടാക്കാം, കാരദോശ ഉണ്ടാക്കാം, കറി ദോശ ഉണ്ടാക്കാം. ഒരു ദിവസം ഞാൻ കറി ദോശ ഉണ്ടാക്കി കാണിക്കാം കേട്ടോ. ചിക്കൻ കറി വെക്കട്ടെ, അപ്പോൾ ഞാൻ ഉണ്ടാക്കി കാണിക്കാം. അല്ലെങ്കിൽ ഇറച്ചിയൊക്കെ കിട്ടണം, അപ്പോൾ ഞാൻ ഉണ്ടാക്കി കാണിക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ പേപ്പർ ദോശ, നെയ്യ് റോസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം, അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സ്മൂത്തായിട്ട് ഇളകി പോകുന്നതായിരുന്നു കേട്ടോ. ഇപ്പോൾ സമ്മറൊക്കെ ആയി തുടങ്ങിയില്ലേ. അപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട്, ഇത് ലാസ്റ്റ് ഇയറും ഈ ഇയറും കുട്ടികൾ തനിച്ചാണ്, അവർ റൂമിൽ സെപ്പറേറ്റ് ആണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഇയർ നമ്മളൊരു പരീക്ഷണാർത്ഥം അവരെ കിടത്തി തുടങ്ങിയതാണ്. പക്ഷേ അവർ കിടക്കാൻ തുടങ്ങി, ഗ്രാജുവലി അവർ അതിനോടൊരു യൂസ്ഡായി മാറി. നമുക്കങ്ങനെ എണീറ്റ് വരിക, ഞങ്ങളുടെ കൂടെ കിടക്കണമെന്ന് പറയുക, അങ്ങനത്തെ കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവരുടെ റൂമിൽ ഒരു AC വെച്ച് കൊടുക്കാമെന്ന്. ഇനിയിപ്പോൾ ചൂടുകാലമല്ലേ, അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും രാത്രിയൊക്കെ കിടക്കുമ്പോൾ ചെറിയ ഉഷ്ണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഒരു മാർച്ചൊക്കെ ആകുമ്പോഴായിരിക്കും, മാർച്ച് ഏപ്രിലൊക്കെ ആയിരിക്കുമ്പോഴായിരിക്കും ഉണ്ടാവുന്നത്. പക്ഷേ ഇപ്പോൾ വാങ്ങിക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടി റേറ്റ് കുറവിന് കിട്ടും. ഇനി സമ്മറിൻ്റെ കൂടെ അടുക്കും തോറും റേറ്റ് കൂടാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ AC ആയത് 42,000 ആണ് കേട്ടോ. LGയുടെ AC ആണ്, 5 സ്റ്റാർ റേറ്റഡ് ആയിട്ടുള്ള AC കേട്ടോ.
അപ്പോൾ അത് മേടിച്ച് ഇതേ മേലേക്ക് ഫിറ്റ് ചെയ്യാനായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പതുക്കെ അടുക്കളയിലേക്ക് പോകുന്നു, നമുക്ക് കറി വയ്ക്കേണ്ടേ. ഞാനിന്ന് ഉള്ളി സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണയിലേക്ക് ഒരു 1-1.25 കൈപ്പിടിയോളം തേങ്ങ ഇട്ട് കൊടുത്ത് ഒന്ന് കളർ ചേഞ്ച് ആയപ്പോഴത്തേക്കും തുവരപ്പരിപ്പോ അല്ലെങ്കിൽ മസൂർ ദാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ മസൂർ ദാൽ എടുത്തേക്കുന്നത്. പിന്നെ മല്ലി, ഉഴുന്ന് പരിപ്പ്, വെളുത്തുള്ളി, ചെറിയുള്ളി, കറിവേപ്പില, എരിവിനനുസരിച്ച് വറ്റൽ മുളക്, ജീരകം, ഉലുവ, ഇത്രയും സാധനങ്ങൾ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇതിനെ വഴറ്റിയിട്ട് എടുക്കുകയാണ് കേട്ടോ. എന്നാൽ കളറൊക്കെ ചേഞ്ച് ആകണം, മൂത്ത് നല്ലൊരു സ്മെല്ലൊക്കെ വരണം. അത്രയും നേരം ഇതിനെ വഴറ്റിയിട്ട് എടുക്കുക. അത് ഒന്ന് വഴന്ന് വന്നപ്പോഴത്തേക്കും കളറൊക്കെ വീണ്ടും ചേഞ്ച് ആവാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. കരിയാണ്ട് നോക്കണം. എൻ്റെ കയ്യിൽ കായ ഇല്ലാത്ത കാരണമാണ് ഞാൻ മുന്നേ ചേർത്തില്ല, അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ ആദ്യം കായാണ് ഇട്ട് കൊടുക്കുക. ഞാൻ അതിന് പകരം ഇപ്പോൾ കായത്തിൻ്റെ പൗഡർ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതാ ഈ ഒരു ബ്രൗൺ കളർ ആവുന്ന വരയ്ക്ക് വഴറ്റിയിട്ടെടുത്തു. കരിയാണ്ട് നോക്കണം കേട്ടോ. ഇനിയിപ്പോൾ ചൂടാറിയതിന് ശേഷം അരച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വേറൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് ഒരു വലിയ സവോളയായിരുന്നു കേട്ടോ, അതിങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പെട്ടെന്നൊരു ഉപ്പേരി വയ്ക്കാൻ വേണ്ടിയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു. ഒന്ന് വഴറ്റി ഒന്ന് ക്രിസ്പി ആയിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു സമയത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും പിന്നെ ഇടിച്ച മുളകാണ് ചേർത്തിരിക്കുന്നത്. വേണമെങ്കിൽ മുളക് പൊടി ചേർക്കാട്ടെ, നമ്മുടെ ഇഷ്ടമാണ്. പിന്നെ ഞാൻ അമരപ്പയർ ഉണ്ടാവില്ലേ, അത് നല്ല കനം കുറച്ചിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തു. അതിനുശേഷം ഇച്ചിരി വെള്ളം അതിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ തെളിച്ച് കൊടുത്തു, ആ ഒരു ആവിയിൽ കിടന്ന് വെവാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് അതൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചു. ഇന്ന് നമ്മൾ ഉള്ളി സാമ്പാറിലേക്ക് പരിപ്പ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നിറയെ ഉള്ളിയും ഒരു തക്കാളി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും തക്കാളി ചേർക്കുമെന്നൊന്നും എനിക്കറിഞ്ഞൂടാ, പക്ഷെ ഞാൻ തക്കാളി ചേർക്കാറുണ്ട്. ഞാൻ ഒറ്റൊരെണ്ണം ചേർത്തിട്ടുണ്ട്. പിന്നെ നിറയെ ഉള്ളിയും അരിഞ്ഞ് അതിലിട്ട് ഒരു 2 വിസിലിന് അടിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, നല്ല വൃത്തിയിൽ കഴുകിയിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡർ ഇത്തിരി അധികം ചേർക്കും, നല്ല കളറ് ഫ്രൈ ചെയ്യുമ്പോൾ കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇച്ചിരി കുരുമുളക് പൊടി, അത് എരിവിനനുസരിച്ച് ഞാൻ 2 സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം എരിവ് വേണം. പിന്നെ ഇച്ചിരി ഗരം മസാല പൗഡർ, കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, വെളിച്ചെണ്ണ, പിന്നെ വിനീഗർ ഞാൻ ചേർത്ത് കൊടുക്കും, അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ആയാലും മതി കേട്ടോ. ഇത്ര ഐറ്റംസ് മാത്രമേ ചേർക്കുന്നുള്ളൂ, കൂടുതൽ വിഭവങ്ങളൊന്നും ചേർത്തിട്ടില്ല. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുത്തു. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം മാത്രമേ ഞാനിത് പാത്രത്തിലേക്ക് മാറ്റാറുള്ളൂ. അപ്പോൾ എവിടേക്കാണ് മുളകൊക്കെ ആവാത്തത് അവിടേക്ക് ആക്കി തീർത്തിട്ട് പിന്നെ അതാത് കണ്ടെയ്നറിലേക്ക്, ഇന്ന് ഒരു ദിവസം കൊണ്ട് ഇത്രയൊന്നും നമ്മൾ തിന്ന് തീർക്കില്ലല്ലോ. അപ്പോൾ നാളത്തേക്കും വറക്കാനുള്ളതായിട്ട് 2 കണ്ടെയ്നറിലാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു. അപ്പോൾ മീനിൻ്റെ പേര് പറയാൻ വന്നു, തിലോപ്പിയോന്നോ അങ്ങനെ എന്തോ ആണ് കേട്ടോ മീനായിരുന്നത്. ഇതിന് വേറെ വല്ല പേരുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അങ്ങനെ പാത്രങ്ങളൊക്കെ ആക്കി അത് ഫ്രിഡ്ജിലേക്ക് കയറ്റി ഇന്ന് ഉച്ചയ്ക്ക് വറക്കാനുള്ളത് മാറ്റിയും വെച്ചു. അപ്പോഴത്തേക്കും തന്നെ അമരപ്പയർ നല്ലോണം വെന്തു വന്നു. നല്ല ചള്ളായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്തു കറക്റ്റ് പാകത്തിനായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അമരക്കായ ഉപ്പേരി റെഡി. ഇനി നമുക്ക് ഉള്ളി സാമ്പാറിൻ്റെ ഭാഗത്തേക്ക് പോകാം. അപ്പോൾ ഉള്ളി സാമ്പാർ ഇവിടെ 1-2 വിസിലടിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് പുളി പിഴിഞ്ഞ് ഒഴിച്ചു. അത് നല്ലോണം ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്ക് നമ്മളുടെ സാമ്പാറിൻ്റെ അരപ്പ് നേരത്തെ നമ്മളത് അരയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല, അത് അരച്ച് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല തിക്ക് പേസ്റ്റ് ആയിട്ടാണ് ചേർത്തത് കേട്ടോ. എന്നിട്ട് ഇച്ചിരി വെള്ളമൊക്കെ അതിലേക്ക് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഒഴിച്ചു സാമ്പാറിനെ ഒന്ന് നീട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം തിളയ്ക്കാൻ തുടങ്ങി. അപ്പോൾ കളറൊക്കെ ഉണ്ടാകും, നല്ലൊരു കളറിലേക്ക് മാറിയിട്ടുണ്ടാകും. നല്ല ടേസ്റ്റി ആയിരുന്നു ഈ സാമ്പാർ. 2 ദിവസം കുത്തിയിരുന്ന് ഞാൻ കൂട്ടിയായിരുന്നു. ഇതൊഴിച്ച് വാരി ഉണ്ണാൻ ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കടുക് വറുക്കണം നേരമായിട്ടുണ്ട്. അപ്പോൾ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും പിന്നെ ഇച്ചിരി ജീരകം ചേർത്തായിരുന്നു, ഉഴുന്ന് പരിപ്പും ചേർത്തായിരുന്നു കേട്ടോ. ഇതാണ് ചേർത്ത് ഒന്ന് വഴറ്റി അതും നമ്മൾ ചേർത്ത് കൊടുക്കുക. ലാസ്റ്റ് നമ്മൾ ഇച്ചിരി കായത്തിൻ്റെ പൗഡർ ഒരു മണത്തിന് വേണ്ടിയിട്ട് ലാസ്റ്റ് തീ ഓഫ് ചെയ്തതിന് ശേഷം അതും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ സാമ്പാറിലേക്ക് ചേർത്ത് കൊടുത്തത് കേട്ടോ. എന്നിട്ട് സാധാരണ നമ്മൾ മിക്സ് ചെയ്യാറില്ല, അടച്ച് വെക്കും. കുറച്ച് കഴിയുമ്പോഴാണ് തുറന്ന് മിക്സ് ചെയ്യുന്നത്. ഞാൻ പിന്നെ ഇന്ന് ഒരു പണിക്കാരൊക്കെ ഉള്ള കാരണം കൊണ്ട് പെട്ടെന്ന് തന്നെ അത് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അങ്ങനെ എൻ്റെ അടിപൊളി ഉള്ളി സാമ്പാറായിരുന്നു. ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. സാമ്പാർ പൗഡർ ഇടാണ്ട് ഇതുപോലെ വറുത്തരച്ച് വെച്ചിട്ടുള്ള ഉള്ളി സാമ്പാറിന് പ്രത്യേക ടേസ്റ്റാണ്. ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. അടിപൊളിയായിരുന്നു കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ.
ഞാൻ മീനും കൂടി വറുത്ത് വെച്ചു കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ AC വെക്കുന്ന കാരണം കൊണ്ട് ഡ്രിൽ ചെയ്തിട്ട് മുഴുവൻ പൊടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ പിന്നാലെ നിൽക്കേണ്ടി വരുന്ന കാരണം കൊണ്ട് ഞാൻ എൻ്റെ എല്ലാ പരിപാടിയും തീർത്തിട്ടാണ് പിന്നെ അതിലേക്ക് പോയത് കേട്ടോ. അതൊന്നും എടുക്കാൻ നിന്നില്ല, ഭയങ്കര പൊടിയായിരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും വിളക്കൊക്കെ വെച്ച് പിന്നെ നാമൊക്കെ ചൊല്ലി അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രാത്രിയായപ്പോൾ സിനിമയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാ ആഴ്ചയും ഒരു സിനിമ നമ്മൾ കാണും. അപ്പോൾ ഇന്ന് കണ്ടത് പ്രേമലു കാണാനാണ് വന്നത് കേട്ടോ. പിക്കുവിന് ഭയങ്കര ഇഷ്ടമാണ് നെസ്ലിനെ. നല്ല ആക്ടിങ് ആണ്, നല്ല അടിപൊളി മൂവിയാണ് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് പോയി കണ്ടോളൂ. അത്രയും സൂപ്പർ മൂവിയായിരുന്നു. ചിരിച്ചിരിച്ച് ഞാൻ മണ്ണ് കപ്പി. ത്രൂ ഔട്ട് ചിരിക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ ജനറേഷനും കാണാൻ പറ്റിയിട്ടുള്ള മൂവിയാണ്. അപ്പോൾ ഞങ്ങൾ പതിവ് പോലെ തീറ്റി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് അകത്തേക്ക് കയറിയത് കേട്ടോ. അതാകുമ്പോൾ തനിക്കുട്ടി ഒതുങ്ങി അവിടെ ഇങ്ങനെ ഇരുന്നോളും. അങ്ങനെ നമ്മൾ തിയേറ്ററിനകത്ത് കയറി. സിനിമ മസ്റ്റായിട്ടും കാണേണ്ട പടമാണ്. ഫഹദ് ഫാസിൽ പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ്. അതിമനോഹരമായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സിനിമ നല്ല ലോങ് ആയിരുന്നു. നമ്മൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും 1:30 ആവാറായിട്ടോ. നല്ലതായിട്ട് ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കാണുന്നത് എന്താ പറയുക, എനിക്ക് പറയാൻ വാക്കുകളില്ല. എല്ലാവരും പോയി കണ്ടേക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം. അതുവരയ്ക്കും നന്ദി, നമസ്കാരം.